നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. ടാറ്റു ദേഹത്ത് പതിപ്പിക്കുന്നത് ന്യൂ ജനറേഷന്റെ ട്രെൻഡായി മാറിയിട്ട് ഏറെക്കാലമായി. നമ്മൾ മലയാളികൾക്കിടയിലും പച്ച കുത്തുന്നവരുടെ എണ്ണം കുറവല്ല. പ്രത്യേകിച്ചും കൊച്ചിയിലും ബാംഗ്ലൂരിലും ഒക്കെ സെറ്റിലായിട്ടുള്ള ന്യൂജൻ മലയാളികൾക്കിടയിൽ ടാറ്റു കുത്തിയ നിരവധി പേരെ കാണാൻ കഴിയും. ടാറ്റു പതിപ്പിക്കുന്നതിൽ നമ്മുടെ നടിമാരും ഒട്ടും പിറകിലല്ല. ആളുകളെ ആകർഷിക്കുന്ന തരത്തിൽ മാറിടത്തിലും കഴുത്തിലും കയ്യിലുമായി മലയാള നടിമാർ ടാറ്റു പതിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവരാരൊക്കെന്ന് നോക്കാം. ആദ്യമായി നമുക്കെല്ലാം പ്രിയപ്പെട്ട മമത മോഹൻദാസ്. തന്റെ ഇടതു കൈയിലാണ് മമത ടാറ്റു പതിപ്പിച്ചിട്ടുള്ളത്. ഓം ചിഹ്നത്തിൽ ഗണപതിയുടെ ചിത്രം ഉൾക്കൊള്ളിച്ച് ശ്രീ ഗണേശായ നമഃ എന്നാണ് ടാറ്റുവിൽ എഴുതിയിരിക്കുന്നത്. അടുത്തത് അമല പോൾ. തന്റെ കാലിലാണ് അമലയുടെ ടാറ്റു. ശൂലം മാതൃകയിലുള്ള ഒരു പ്രത്യേക ചിഹ്നമാണ് അമലയുടെ കാലിൽ കാണാൻ കഴിയുക. അടുത്തതായി നമുക്കെല്ലാം പ്രിയപ്പെട്ട ലെന. മലയാള നടിമാരിൽ ഏറ്റവും കൂടുതൽ ടാറ്റു അടിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ലെനയായിരിക്കും. ടാറ്റുവിനോട് ലെനയ്ക്കുള്ള ക്രേസ് ഇൻഡസ്ട്രിയിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കയ്യിലും കാലിലും പുറത്തുമെല്ലാം ലെന ടാറ്റു ചെയ്തിട്ടുണ്ട്. ഈ അടുത്താണ് ലെന തന്റെ കയ്യിൽ പറവകളുടെ ഒരു ഗംഭീര ടാറ്റു പതിച്ചത്. അന്ന് അതിന്റെ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനും ലെന മറന്നില്ല. അടുത്തത് തെന്നിന്ത്യൻ താരറാണി നയൻതാര. പ്രഭുദേവയുമായി പ്രണയത്തിലായിരുന്ന സമയത്താണ് നയൻസ് തന്റെ കയ്യിൽ പ്രഭുദേവയുടെ പേര് ടാറ്റു ആയി പതിച്ചത്. പക്ഷേ ഇരുവരും വേർപിരിഞ്ഞ സമയത്താണ് നയൻസിന് തന്റെ ടാറ്റു പൊല്ലാപ്പായി മാറിയത്. എന്തായാലും കക്ഷി ഇപ്പോൾ ആ ടാറ്റു മായ്ച്ചു കളഞ്ഞ പുതിയൊരു ടാറ്റു പതിപ്പിച്ചിരിക്കുകയാണ്. അമ്മയും കുഞ്ഞും ചേർന്നിരിക്കുന്ന ചിത്രമാണ് നടി കനിഹ ടാറ്റുവായി കയ്യിൽ പതിപ്പിച്ചിരിക്കുന്നത്. ഇനി ബോളിവുഡിലേക്ക് നോക്കുകയാണെങ്കിൽ ടാറ്റു പതിപ്പിക്കാത്തവരായി നടിമാരും തന്നെ ഉണ്ടാകില്ല. ദീപിക പദുക്കോൺ, ആലിയ ഭട്ട്, പ്രിയങ്ക ചോപ്ര തുടങ്ങി ഒട്ടുമിക്ക നടിമാരും ടാറ്റു പതിപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.